വിലക്കയറ്റം നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. PC വിശ്വനാഥ് MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. വിലക്കയറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യം. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ അധികാരം നൽകുന്ന ബിൽ ഇന്ന് സഭ പരിഗണിക്കും. നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. ഋഷിപാൽ നമുക്കൊപ്പം. ഋഷിപാൽ, നിയമസഭയിൽ ഇന്നും അടിയന്തര പ്രമേയ നോട്ടീസുണ്ട്. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം തുടർച്ചയായ മൂന്നാം ദിവസവും അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ? സുജയ, പ്രതിപക്ഷം കൊണ്ടുവന്ന വിലക്കയറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയർന്ന സാഹചര്യമാണ് PC വിശ്വനാഥ് പ്രതിപക്ഷത്തു നിന്നും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഈ വിഷയം ഗൌരവത്തോടെ എടുത്ത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നു. തുടർച്ചയായ മൂന്നാം ദിവസമാണ് നിയമസഭയിൽ പ്രതിപക്ഷം നൽകുന്ന അടിയന്തര പ്രമേയ നോട്ടീസുകൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നതോടെ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള സന്നദ്ധത അറിയിക്കുന്നത്. 12 മണി മുതൽ 2 മണിക്കൂറാണ് സഭ നിർത്തിവെച്ച വിലക്കയറ്റം ചർച്ച ചെയ്യുന്നത്. സഭയിൽ അതോടൊപ്പം തന്നെ വന്യജീവി ആക്രമണത്തിനെതിരായ ബിൽ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ എങ്ങനെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ സമീപനം? സുജയ, നേരത്തെ തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെ ആവശ്യപ്പെട്ടതാണ് ഈ വന്യജീവി ആക്രമണം തടയാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന്. മലയോര മേഖലയിൽ കർഷകർക്ക് ആശ്വാസമാകുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ജനവാസ മേഖലയിലെത്തുന്ന ഈ വന്യമൃഗങ്ങൾ അത് മനുഷ്യരെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിനെ വെടിവെച്ചു കൊല്ലാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം നൽകുന്ന ഒരു നിയമ ഭേദഗതിയാണ് വരാൻ പോകുന്നത്. അത് ബില്ലായി ഇന്ന് നിയമസഭയിൽ എത്തുന്നു. അതിനു പുറമെ വന വകുപ്പിലെ മറ്റൊരു ബില്ല് കൂടി വരുന്നുണ്ട്. ഈ രണ്ടിനെയും പ്രതിപക്ഷം എതിർക്കാൻ സാധ്യതയില്ല. അത് നേരത്തെ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗം സഭ വിളിച്ചു ചേർത്ത് അടിയന്തരമായ സഭ വിളിച്ചു ചേർത്ത് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉൾപ്പെടെ ഉയർത്തിയതാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരുപക്ഷെ മലയോര മേഖലയിൽ LDFന് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറാൻ സാധ്യതയുള്ള ഒരു വിഷയം കൂടിയാണ്. അതിനുകൂടിയാണ് ഒരു പരിഹാരമായി ഈ ബില്ല് ഇപ്പോൾ സഭയിലേക്ക് എത്തിക്കുന്നത്. അതിന് പ്രതിപക്ഷത്തിന്റെ കൂടെ പിന്തുണയോടെ ആയിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾക്ക് അപ്പുറത്തേക്ക് എതിർപ്പ് പ്രതിപക്ഷ നിരയിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. സൂര്യ. ഋഷിപാലാണ് നിയമസഭയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.